ഓലക്കൈയിലിരുന്നവൾ കരഞ്ഞു. അച്ഛനും അമ്മയും തലയിൽ കൊത്തിവിരട്ടി അവൾ മാതാപിതാക്കളുടെ ക്രൂര വിനോദത്തിൽ മനംനൊന്ത് വേറൊരു തെങ്ങിൻ കൈയിലിരുന്നു. നേരം പുലർന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മനുഷ്യർ പലരും പല ജോലികൾ ചെയ്യുന്നു. ഒരു വീട്ടിലേക്ക് അവളുടെ കണ്ണ് നീണ്ടു. അവിടെ ഒരു പെൺകുട്ടി. അവൾ വീടിന് ചുറ്റും ഓടുകയാണ്. പുറകെ അവളുടെ അമ്മയും. അവരുടെ കയ്യിൽ ഒരു നീണ്ട വടിയുമുണ്ട്. ആ കുട്ടിയെ അടിക്കാനാണല്ലോ ഓടിക്കുന്നതെന്ന് അവൾ മനംനൊന്ത് കരഞ്ഞു. എൻ്റെ ശബ്ദം കേട്ട് ആ അമ്മ പറഞ്ഞു, ഒരു കുയിൽ കുഞ്ഞ്, വാ മോളെ, കാണിച്ചു തരാം. അവൾ ഓടി അമ്മയുടെ അരികിലെത്തി. എന്നെ അമ്മയും മകളും കണ്ണെടുക്കാതെ നോക്കി നിന്നു. സന്തോഷം തോന്നിയപ്പോൾ ദുഃഖം മറന്നവൾ പാടി. ദൂരത്തിരുന്ന് ഒരു അമ്മക്കുയിൽ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഏത് ദിശയിൽ നിന്നാണ് ഈ കുഞ്ഞി കുയിൽനാദം വരുന്നതെന്നവൾ കാത് കൂർപ്പിച്ച് തല ചരിച്ചു കണ്ണുപായിച്ചു. ഒരിടത്തും കുഞ്ഞി കുയിലിനെയും കാണാൻ സാധിച്ചില്ല. കാക്കമ്മയും അച്ഛൻ കാക്കയും ഇനിയും കണ്ടാൽ കൊത്തുമെന്ന ഭീതിയിൽ പാവം കുയിൽക്കുഞ്ഞ് ഒളിച്ചിരിക്കുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞു. നല്ല ഉടുപ്പും ധരിച്ച് ബാഗും തൂക്കി ആ കൊച്ചിൻ്റെ അമ്മ ഇറക്കി വിട്ടു. അവൾ കരഞ്ഞ് കരഞ്ഞ് കാറിൽ കയറി. അമ്മയ്ക്ക് സന്തോഷമായി. അവർ ചിരിച്ചും കൊണ്ട് വീട്ടിലിരിക്കുന്നു. കുയിൽക്കുഞ്ഞ് എല്ലാ അമ്മമാരും കാക്കമ്മയെ പോലെ സ്നേഹമില്ലാത്തവരാണെന്ന് കരുതി കരഞ്ഞു. ശബ്ദമുണ്ടാക്കാതെ കണ്ണുനീർ പുൽച്ചില്ലയിൽ വീണു. പ്രകാശമേറ്റു തിളങ്ങി. ആഹാരമൊന്നും കിട്ടിയില്ല. ആരും അവളെക്കുറിച്ച് ചിന്തിച്ചതുമില്ല. സൂര്യൻ്റെ ചൂട് കുറഞ്ഞു. നിഴലുകൾ പരന്നു. അടുത്ത മരത്തിൽ കുഞ്ഞിപ്പഴങ്ങൾ കണ്ടവൾ ആദ്യമായി ആ പഴം കൊത്തി വിഴുങ്ങി വയറു നിറച്ചു. കൊച്ചു ഏമ്പക്കം വിട്ട് ചിറകാട്ടി മരച്ചില്ലയിൽ നിന്നപ്പോൾ അതാ വരുന്നു രാവിലെ കൊച്ചിനെ കൊണ്ടുപോയ കാർ. അത് വീടിൻ്റെ മുന്നിൽ നിന്നു. കുഞ്ഞിൻ്റെ അമ്മ 2 കൈകളും മുന്നിൽ നീട്ടി. അവൾ ആ കൈക്കുള്ളിൽ ചിരിയോടെ അമ്മയുടെ ചിറകിൽ ഒതുങ്ങി. അമ്മ വാരിയെടുത്ത് അവളെ ഉമ്മ വച്ചത് കണ്ടപ്പോൾ കാക്കമ്മ കൊത്തിയതോർത്ത് അവൾ ഏങ്ങലടിച്ചു കരഞ്ഞു. ഇതെല്ലാം ഉയരെ ഒരു മരച്ചില്ലയിലിരുന്ന് കുയിലമ്മ കാണുന്നുണ്ടായിരുന്നു. അവൾ പുള്ളി ചിറകാട്ടി പറന്ന് കുഞ്ഞിൻ്റെ അരികിലെത്തി. അവൾ ചോദിച്ചു, കുഞ്ഞേ, നീ എന്തിനു കരയുന്നു? കണ്ണീര് ഇത്രയും പൊഴിക്കാതെ. എന്താണ് കാരണം? അവൾ അടക്കി വെച്ചിരുന്ന സങ്കടം മുഴുവനും പൊട്ടി ചിറക് കണ്ണിൽ പൊട്ടിക്കരഞ്ഞു. കരയാതെ മോളെ, എന്താ? കരഞ്ഞു കരഞ്ഞ് അവൾ പറഞ്ഞു, എനിക്ക് മാത്രം സ്നേഹമില്ലാത്ത അമ്മയെ കിട്ടി. അങ്ങനെ പറയല്ലേ മോളെ, നിൻ്റെ അമ്മയെ സ്നേഹമുള്ള ആളാണ്. ഒരു അമ്മയ്ക്കും സ്നേഹമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അതെങ്ങനെ നിങ്ങൾക്കറിയാം? അവൾ കുഞ്ഞ് വായ തുറന്ന് ചോദിച്ചപ്പോൾ കുയിലമ്മ കോൾമേർ കൊണ്ടു ആ വായിൽ മുത്തമിട്ടവൾ പറഞ്ഞു, ഞാനാണ് മോളെ നിൻ്റെ അമ്മ. അല്ല അല്ല, എൻ്റെ അമ്മ നിങ്ങളല്ല. അതാ അവിടെ ഇരിക്കുന്നതാണ് എൻ്റെ അമ്മ. കുയിലിനെ നോക്കി തല പെരുപ്പിച്ചിരിക്കുന്ന കാക്കയെ ചൂണ്ടിക്കാട്ടി കുയിൽ കുഞ്ഞ് പറഞ്ഞു. അപ്പോൾ കുയിലമ്മ കുഞ്ഞിനോട് പറഞ്ഞു, നിന്നെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കാത്തിരുന്നെന്നറിയോ? കുയിലിൻ്റെ വാക്കുകൾ കേട്ട് കുഞ്ഞിക്കുയിൽ ചോദിച്ചു, നിങ്ങളെന്തിനു കാത്തിരിക്കണം? നിൻ്റെ അമ്മയാണ്. ഞാനിട്ട മുട്ടയാണ് നീയായി വളർന്നത്. കുയിലാണ് നമ്മൾക്ക് അടയിരിക്കാനും കൂട് കൂട്ടാനും അറിയില്ല. നീ അമ്മയെന്ന് പറയുന്ന ഈ കാക്കച്ചിയുടെ മുട്ട എടുത്തു കളഞ്ഞിട്ട് ഞാനൊരു മുട്ട ഇട്ടു. പറന്നകന്നു. നീ വിരിയുന്നത് വരെ ഞാൻ കാത്തിരുന്നു. വളർന്നപ്പോൾ നീ എൻ്റെ കുഞ്ഞായി. കാക്കയെപ്പോലെ കരയാൻ കഴിയുന്നുണ്ടോ നിനക്ക്? എന്നല്ലേ കരയാൻ പറ്റൂ. നീ എൻ്റെ പൊന്നു മോളാണ്. കുയിലമ്മ ചിറക് വിടർത്തി കെട്ടിപ്പിടിച്ചു. അവൾ കൈ തട്ടിമാറ്റി. കാക്കമ്മയെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു. കാക്കമ്മ വന്നു കൊത്തുമെന്ന ഭയമില്ലാതെ കുഞ്ഞിക്കുയിൽ നീട്ടി നീട്ടി കൂവി. കാക്കമ്മ ശബ്ദം കേൾക്കാത്ത ദിക്കിലേക്ക് പറന്നകന്നു.